ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തുള്ള വിശേഷവും എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്കും സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു വ്ളോഗ് കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം. കണ്ടിഷ്ടാവുമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കാണാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പുറത്ത് പോയാൽ കുറച്ച് ഫ്രൂട്ടൊക്കെ വാങ്ങിയിരുന്നു. അന്നേരം അതിൽ മുന്തിരിയുണ്ട്. ഇപ്പം നല്ല ചൂടലല്ലേ, അന്നേരം ഹംദ അങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫ്രൂട്ട് ഇങ്ങനെ മുന്തിരി ബത്തക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളിങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കഴുകി കൊടുക്കുന്നില്ലാണ്ട് അത്ര വൃത്തിയിലൊന്നും നമുക്ക് കഴുകി കൊടുക്കാൻ പറ്റില്ല. എത്ര കഴുകിയാലും വലിയ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ വെക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനറിയാണ്ട് ഹംദ ഓരോന്ന് ഓളെ ഒരു രീതിയിൽ കഴുകിയിട്ട് കഴിക്കുന്നതല്ലാണ്ട് എന്നോട് ചോദിക്കുക പോലുമില്ല. അപ്പം ഇങ്ങനെ വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് അവരെന്നെ എടുത്ത് കഴിച്ചോളുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ വെച്ചിട്ട് പിന്നെ 1-2 തവണയും കൂടി കഴുകിയിട്ട് നല്ലപോലെ ഉണക്കിയിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിലിട്ടിട്ട് വെക്കലാണ് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം. ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് കഴിയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ മുന്തിരി നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലിട്ട് വെക്കാം. വെയിലത്ത് വെച്ചിട്ട് ഉണക്കുന്നതൊന്നല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ആ വെള്ളം ഒന്ന് പോയിട്ടാകുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരു ട്രൈപോഡ് വാങ്ങിയിനി. അത് ഓപ്പൺ ആക്കി നോക്കുന്നതാണ് കേട്ടോ, അൺബോക്സ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതാദ്യം ഓപ്പൺ ആക്കിയിനി. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഇല്ലേനു. ഞാൻ ഒരാഴ്ചയിൽ മുകളിലായിട്ട് റഷ്യൻ്റെ വീട്ടിലേനു. അപ്പോൾ വന്ന അന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുവന്ന നേരം ഓർഡർ ചെയ്യാന്ന് ചെയ്തിന്. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടാവും. ഇനിയുള്ള ഞാൻ വരുമ്പോൾ അങ്ങനെ ഞാനിതൊന്ന് ഞാൻ ഈ ഫസ്റ്റ് ടൈം ഇപ്പാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾക്ക് കാണിച്ചിരുന്ന ആ ഒരു ടൈമിൽ അങ്ങനെ ഇത് ഓപ്പൺ ആക്കി നോക്കലാണ്. നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാവില്ലേ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും കേട്ടോ. ഇതെങ്ങനെയായിരിക്കും, പറ്റിപ്പോകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തുള്ള മുന്നേ ഉള്ള ഒരു ട്രൈപോഡ് എല്ലാം പൊട്ടിക്കിടക്കേനു. ആദ്യം ഞാൻ പോകുമ്പോൾ പൊട്ടിയിട്ടേനുള്ള അന്നേരം ഓർഡർ ചെയ്തതാണ് കേട്ടോ. തിരിച്ചു വരുമ്പോഴേക്ക് ഒന്നിനും കൊള്ളാത്ത രൂപത്തിലായി. കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് ഫുള്ളും പൊട്ടിപ്പോയി. അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരാം. അങ്ങനെ ഇതായിട്ട് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ വലിയ സീനൊന്നുമില്ല കേട്ടോ, നല്ല സാധനം തന്നെയാണ്. ഇത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഒന്നും തിരിയുന്നില്ല. ഞാൻ കുറേ തിരിച്ചും മറിച്ചെല്ലാം നോക്കി. പിന്നെ പൊട്ടിപ്പോവെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ച്. എന്നിട്ട് ഞാൻ ആമസോണിലാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തിന്. ഇപ്പോൾ റഷ്യയാണ് ഓർഡർ ചെയ്തിന്. അപ്പം മെല്ലെ റഷ്യനെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിച്ച് ഇതെങ്ങനെയാണ് സംഭവം എന്നെല്ലാം. അതിലൊന്നും കൊടുത്തിട്ടുമില്ല. അങ്ങനെ കുറേ നേരം നോക്കിയിട്ട് ഇതാ ഫൈനലായിട്ടെല്ലാം സെറ്റായിട്ടുണ്ട്.
നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി സാധനമായിട്ടാണ്. എനിക്ക് ക്യാമറ ഉണ്ട് അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലതായിരുന്നു. എൻ്റെ അടുത്ത് ആദ്യമുള്ള ഇതൊന്നുമല്ല, ചെറിയൊരു അതും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ക്വാളിറ്റിയാണ്. പിന്നെ ഇനി നമുക്ക് ഇതിലും സൈസ് കൂട്ടണമെങ്കിൽ ഇനി നമുക്ക് കൂട്ടായിട്ടാണ് മുകളിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയല്ലാതെ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനം തന്നെയാണ്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇപ്പോൾ വീഡിയോ എടുക്കാൻ നല്ല ഈസി ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ടേനു. എന്നിട്ടും എനിക്ക് മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതിലെങ്ങനെ ഇപ്പോൾ ഷോർട്സ് എടുക്കുക എന്നുള്ളതെല്ലാം ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായ മുകൾ ഭാഗത്തെ ആ സാധനമില്ല, ഞാനിപ്പോൾ താഴോട്ടേക്ക് ആക്കിയ ആ സംഭവം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയെല്ലാം അത് ചെയ്യേണ്ടതെന്ന് ഇപ്പം മനസ്സിലായി വന്ന്. പിന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത പാടും തന്നെ ഞാൻ വിചാരിച്ചിനി ഒരു ട്രൈപോഡ് വാങ്ങണം എന്നുള്ളത്. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരുന്നു. പിന്നെ ഇപ്പം ടൈമായ ഇതിൻ്റെ ഒരു ഹൈറ്റ് ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്തുനിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ലോക്ക് ഉണ്ട്, അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ആക്കിയാൽ നമുക്ക് സൈസ് കൂട്ടാനും കുറയ്ക്കാനെല്ലാം പറ്റും. 3 ഭാഗത്തായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതല്ലാണ്ട് കുറച്ചും കൂടി സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകൾ ഭാഗത്തുനിന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടില്ലേ, അവിടെ നമുക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടാൻ പറ്റും, കൂട്ടാനും കുറയ്ക്കാനും. ഇതിപ്പോൾ ഞാൻ റഷ്യൻ്റെ വീട്ടിൽ നിന്ന് വന്ന അന്ന് രാത്രിക്കാണ്. രാത്രി എന്ന് പറയുമ്പോൾ ഒരു 6-7 മണിയായിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ നമ്മളിന്ന് കണ്ണൂർ വരെ ഒന്ന് പോകുന്നതാണ് കേട്ടോ. എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഉപ്പാൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, സുഖമില്ലാണ്ട്. അപ്പോൾ ഒന്ന് കാണാൻ പോകുന്നതാണ് കേട്ടോ. ഞാൻ അറിയില്ലേനോ, ഞാൻ വന്നേരാന്ന് അറിഞ്ഞത്. അപ്പോൾ അന്ന് തന്നെ പോകാന്നുള്ള രീതിയിൽ പോകുന്നതാണ്. ഉപ്പാൻ്റെ പെങ്ങളും ഞാനും ഉമ്മയും അവരുടെ മക്കളും എല്ലായിട്ട് നമ്മൾ 2 ഫാമിലി ആയിട്ടാണ് പോയിനി. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങലിനാണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 9 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടേനു, ആ ഒരു ടൈം ആയിനേനു. ഇനിയിപ്പോൾ നേരെ തലശ്ശേരിയിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ തലശ്ശേരിയിൽ ഇപ്പോൾ ഒരു പരിപാടി നടക്കുന്നില്ലേ, കാർണിവൽ എന്ന് പറഞ്ഞിട്ട്. എനിക്കത് കാണാൻ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റ തുറന്നാലെല്ലാം അതേ ഉള്ളൂ, എല്ലാവരും പോയിട്ട് കാണും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അങ്ങനത്തെ പരിപാടിക്കെല്ലാം പോകാൻ. അങ്ങനെ മാർച്ച് 1 മുതൽ 7 വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പം നമ്മൾ 6-ാം തീയതിയാണ് കേട്ടോ, 6-ന്. അപ്പം ഞാനിങ്ങനെ പറയില്ലേനു നാളെയും കൂടിയുള്ളൂ, നമ്മൾ എവിടെ വരെ എത്തിയില്ലേ, തലശ്ശേരിയിലും കൂടി പോയിട്ട് അങ്ങനെ അങ്ങ് പോകാന്നുള്ള രീതിയിൽ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. നല്ല അടിപൊളിയാണെന്നെല്ലാം പറഞ്ഞിട്ട്. നോക്കുമ്പോൾ തലശ്ശേരി ഉത്സവം പോലെയായിരുന്നു കേട്ടോ. ഫുള്ള് റോഡെല്ലാം ഇങ്ങനെ ലൈറ്റെല്ലാം വെച്ചിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. എനിക്കിങ്ങനെ രാത്രി ടൈമിൽ പുറത്തെല്ലാം പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. തലശ്ശേരി കടൽപ്പാലത്തിലാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരുപാട് പരിപാടി ഉണ്ട് കേട്ടോ അവിടെ നടക്കുന്നത്. നമ്മളവിടെ ഇറങ്ങാമെന്നല്ല വിചാരിച്ചു. അപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്, പിന്നെ കാറ് പാർക്ക് ചെയ്യാനോ സ്ഥലമേ ഇല്ല. നമ്മൾ ഹനാൻ ഷാ ഉണ്ട് എന്നല്ല വിചാരിച്ച് നോക്കുമ്പോൾ നാദൃശ്യാണ് കേട്ടോ അന്ന് അവിടെ ഉള്ളത്. 7 ദിവസവും ഓരോരുത്തരായിട്ട് ഓരോ പാട്ടുകാരായിട്ടായിരുന്നു വരുന്നത്. അവിടെ പോയവർക്ക് അറിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരെ ഒരു പാർക്കിംഗ് കിട്ടിയിട്ട് നടന്ന് പോക്കാണ് കേട്ടോ. നല്ല ആളും തിരക്കെല്ലാം ഉണ്ട്, എന്നാലും നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്കിഷ്ടമായി. പിന്നെ നമ്മളെ വൈബിലുള്ള ആളെ കൂട്ടി വന്നില്ലെങ്കിൽ, നമ്മൾ കസിൻസ് മാത്രമായിട്ട് വന്നില്ലെങ്കിൽ നല്ല രസമുണ്ടാവും. ഉമ്മാനെല്ലാം പോലെ ആളാണെങ്കിൽ അവർക്കൊന്നും ഇത് വലിയ ഇഷ്ടപ്പെടൂല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നടക്കലല്ലേ,
അങ്ങനെ അത്ര വലിയ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവിടെ ചെന്നപാടെ തന്നെ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാം, എന്നാ ഇനി നമുക്ക് വേഗം തിരിച്ചു പോവാം, 11 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, ഇങ്ങനെ മുഖത്ത് ചെറിയൊരു ഡിസൈനെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ ഹംദക്ക് നമ്മൾ ഈ ഒരു ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ബ്ലൂ കളർ അവരുടെ അടുത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓറഞ്ച് വെച്ചിട്ട് ചെയ്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നല്ല രസമല്ലേ, കുട്ടികൾക്കെല്ലാം ആകുമ്പോൾ നല്ല രസമാണ്. ചെറിയ കുട്ടികൾക്കെല്ലാം ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവരിങ്ങനെ 2 പേരാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 30 രൂപ, ചെറിയ ഡിസൈൻ എല്ലാം ആണെങ്കിൽ 30ഉം, ഇപ്പോൾ ഈ ഹംദൻ്റെ ഈ ഒരു ഡിസൈനിന് 40ആണ് കേട്ടോ. അങ്ങനെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളെല്ലാം ഉണ്ട്, ഡ്രസ്സിൻ്റെയും അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും നോക്കാനോ വാങ്ങാനോ ഉമ്മയൊന്നും വിട്ടിട്ടില്ല കേട്ടോ. വേഗം നടക്ക്, നമുക്ക് വേഗം പോവാ ഇത് തന്നെ പറയലേനു. ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗ് ഇടുമ്പോഴേക്കല്ലോ ചിലപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ 10 വരെ ഉണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ, കറക്റ്റ് അറിയില്ല. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫുഡ് കോർട്ടെല്ലാം ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പാനിപ്പൂരി വാങ്ങി 2 പ്ലേറ്റ്. അതെല്ലാം നോർമൽ റേറ്റ് തന്നെയാണ് കേട്ടോ, 50 രൂപയും. പക്ഷേ ഐസ്ക്രീമിനെല്ലാം കുറച്ച് അത്യാവശ്യം റേറ്റ് ഉണ്ട്, കുറച്ച് വേറെ സംഭവങ്ങൾക്കെല്ലാം റേറ്റ് ഉണ്ട്. നമ്മളവിടെ ചോദിച്ചേരോ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ പാനിപ്പൂരി ഇഷ്ടമായിട്ടേ ഇല്ല കേട്ടോ, ആർക്കും ഇഷ്ടമായിട്ടില്ല, വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ അതും കഴിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് കളിക്കേണ്ട ചെറിയ കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. അതിലൊന്നും കയറിയിട്ടില്ല. അങ്ങനെ നേരെ മുന്നോട്ട് ഇങ്ങനെ നടക്കില്ല കേട്ടോ. മുന്നോട്ട് പോയി ഞാൻ വിചാരിച്ചു വന്ന വെയിലൂട്ടി തന്നെയാണ് ഞങ്ങൾ തിരിച്ച് പോകാൻ. പക്ഷെ അങ്ങനെയല്ല, നേരെ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകാൻ കേട്ടോ ചെയ്തിട്ട് ഞാൻ തിരിച്ച് പോകുന്നാണ് വിചാരിച്ചത്. പിന്നെ വേറെ ഒന്നും അവിടെ നിന്ന് കഴിച്ചിട്ടൊന്നുമില്ല. എല്ലാം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്കും ആളുവാന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങിനി, വേറെ ഒന്നിനും വിട്ടിട്ടില്ല. കുറേ നേരം അവിടെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നിൽക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം. തലശ്ശേരി പോയിട്ട് വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഓമാസില എത്തും കേട്ടോ, അവിടെയാണ് ലാസ്റ്റ് എത്തുക. ഏകദേശം ഇപ്പോൾ 1 മണി ആവാറായി, 1 മണീൻ്റെ അടുത്ത് ആയിന്. അപ്പോൾ വേറെ ഹോട്ടലൊന്നും ഇല്ലല്ലോ, വേറെ റെസ്റ്റോറൻ്റൊന്നും ഇല്ല, ഇതേനും ഓപ്പൺ ഉള്ളത്. അങ്ങനെ ഇവിടെ കയറി ഫ്രൈഡ് റൈസും പിന്നെ കുറച്ച് അൽഫാമും അങ്ങനെ എല്ലാം ആയിട്ട് ഓർഡർ ചെയ്തിന്. നല്ല ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് വരാൻ, നല്ല തിരക്കും ഉണ്ടായിരുന്നു ഹോട്ടലിൽ. അങ്ങനെ അവിടുന്ന് വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് പെട്ടെന്ന് ഇറങ്ങിയിന്. പുറത്തിറങ്ങി നോക്കുമ്പോൾ സമയം 1 മണി കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാൻ ഏകദേശം വീട്ടിലെത്തുമ്പോൾ 2 മണി കഴിഞ്ഞ്, 2 മണിൻ്റെ അടുത്ത് 2 മണി കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിലാണ് നമ്മൾ എത്തിയത്. ഈ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ താങ്ക് യു, ബൈ.